നിതിൻ കെയർ, ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജനായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റി സംസാരിക്കാനാണ്. ഇതിൽ പ്രധാനമായിട്ടും പേഷ്യൻസിന് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റിയുള്ള കോമൺ ആയിട്ടുള്ള ചില ഡൗട്ട്സിനുള്ള ആൻസേഴ്സ് അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ. അതായത് പലരുടെയും സംശയം മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്തിനൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കോമൺ ആയിട്ട് കാണുന്ന സന്ധിവാതം അല്ലെങ്കിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് ചെയ്യുന്നു. അല്ലാതെയുള്ള ആർത്രൈറ്റിസ്, റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ട്രോമ മൂലം വരുന്ന മുട്ടിൻ്റെ തെർനാസ്റ്റിക് ഉണ്ടാകുന്ന തേയ്മാനത്തിനും നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യാറുണ്ട്. ഇതിൽ കോമൺ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീജനറേഷൻ അല്ലെങ്കിൽ തെർനാസ്റ്റിക്കുള്ള തേയ്മാനത്തിനാണ്, അതായത് ഓസ്റ്റിയോ ആർത്രൈറ്റിസിനുള്ള ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ TKR ചെയ്യുന്നത്. അപ്പോൾ പലരുടെയും ചോദ്യം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏത് സ്റ്റേജിനാണ് നീ റീപ്ലേസ്മെൻറ്റ് വേണ്ടത് എന്നാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള മറുപടി എന്ന് പറയുന്നത് നീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേജ് 4, അതായത് തെർനാസ്റ്റിക് തേയ്മാനം സംഭവിച്ചിട്ട് മുട്ടുകൾക്ക് വളവ് വരുന്നു, അതല്ലെങ്കിൽ റെസ്റ്റിൽ കൂടെ പേഷ്യൻറ്റിന് പെയിൻ അനുഭവപ്പെടുന്നു, ചെറിയ 1-2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ തന്നെ മുട്ടിന് പെയിൻ അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 4 സ്റ്റേജസ് ആയിട്ടാണ് നമ്മുടെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ നമ്മൾ സ്റ്റേജ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സ്റ്റേജിനൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ മെഡിസിൻസ്, അതല്ലെങ്കിൽ ചില ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, വെയിറ്റ് കുറയ്ക്കുക, സ്റ്റെപ്പ് കയറുന്നത് ഇറങ്ങുന്നത് കുറയ്ക്കുക, താന്ന സീറ്റിലിരിക്കുന്നത് കുറയ്ക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്റ്റേജ് 2, സ്റ്റേജ് 3 നമ്മൾ റീജനറേറ്റീവ് തെറാപ്പി, PRP അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ, ഹൈലൂറോണിക് ആസിഡ് ഇഞ്ചക്ഷൻസ് തുടങ്ങിയ നിർദ്ദേശിക്കാറുണ്ട്. എന്നാൽ ചില സ്റ്റേജ് 3 അല്ലെങ്കിൽ സ്റ്റേജ് 4 സ്റ്റേജസിനൊക്കെ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അത്ര ഫലവത്താവണമെന്നില്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ നീ റീപ്ലേസ്മെൻറ്റ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നീ റീപ്ലേസ്മെൻറ്റിൽ എന്താണ് ചെയ്യുന്നത്, പല ആൾക്കാർക്കും സംശയമുണ്ട്. നീ റീപ്ലേസ്മെൻറ്റിൽ നമ്മൾ എന്താണ് മാറ്റിയിടുന്നത്, എന്ത് ഇംപ്ലാൻ്റാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലാണ് എന്നൊക്കെ. അതിന് ഞാനൊരു ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് ഞാനൊരു ചെറിയൊരു ബോൺ മോഡലിൽ ഞാനത് കാണിച്ചു തരാം. അതായത് യൂഷ്വലി ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റിൽ ഫോം ചെയ്തിരിക്കും ബോൺ ഫോം ചെയ്യുമ്പോൾ ബോണിൻ്റെ എൻഡ് പോർഷനിലായിട്ട് കാർട്ടിലേജ് എന്ന് പറയുന്നത് തെർനാസ്റ്റി എന്ന് പറഞ്ഞൊരു മെറ്റീരിയലാണുള്ളത്. എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഈ തെർനാസ്റ്റിക്ക് തേയ്മാനം സംഭവിക്കുന്നു. തെർനാസ്റ്റി എന്ന് പറയുന്ന ഒരു ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ നെർവ് സപ്ലൈ കുറവുള്ള ഒരു വസ്തുവാണ്. അതിനാൽ അത് തമ്മിൽ കോൺടാക്ട് വരുമ്പോൾ പേഷ്യൻറ്റിന് പെയിൻ അനുഭവപ്പെടത്തില്ല. എന്നാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ഈ തെർനാസ്റ്റിക്ക് തേയ്മാനം സംഭവിക്കുന്നു. പിന്നീടുള്ള കോൺടാക്ട് എന്ന് പറയുന്നത് ബോൺ ടു ബോൺ കോൺടാക്ട് വരുമ്പോഴാണ് പേഷ്യൻറ്റിന് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബോൺ ടു ബോൺ കോൺടാക്റ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫീമർ എന്ന് പറയും, തുടയലാണ്. ഇത് ടിബിയ എന്ന് പറയുന്ന കാലിൻ്റെ ഒരു അസ്ഥിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന മെറ്റീരിയൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ലോഹസംഗ്രഹമാണ്, അതായത് അലോയി എന്ന് പറയും. അതായത് കൊബാൾട്ട്, ക്രോമിയം എന്ന് പറഞ്ഞ മെറ്റൽ ഉപയോഗിച്ചാണ് മോസ്റ്റ്ലി ഉള്ള ഇംപ്ലാൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫീമർ എന്ന് പറഞ്ഞ ബോണിൽ നമ്മളൊരു ക്യാപ്പ്, ഈ അലോയ് കൊണ്ടുണ്ടാക്കിയ ക്യാപ്പാണ്. അതായത് നമ്മൾ കാർട്ടിലേജ്, തേഞ്ഞ കാർട്ടിലേജിൻ്റെ ഭാഗം ഷേവ് ചെയ്തിട്ട് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലോയ് വെച്ചുള്ള ഒരു കപ്പ് യൂസ് ചെയ്യുന്നു. പിന്നീട് അതേപോലെ തന്നെ നമ്മൾ ടിബിയ എന്ന് പറഞ്ഞ ബോണിലാണെങ്കിലും തേഞ്ഞു പോയ കാർട്ടിലേജിൻ്റെ ഭാഗം നമ്മളൊരു ചെറിയൊരു തിക്നെസ്സിൽ ഒരു 8 മില്ലിമീറ്റർ അല്ലെങ്കിൽ 9 മില്ലിമീറ്റർ തിക്നെസ്സിൽ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോൺ സിമെൻ്റ് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഇത് ഒരു പ്ലേറ്റ് പോലെ, ഫീമർ എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ ക്യാപ്പ് പോലെ ഒരു സ്ട്രക്ചറാണ് യൂസ് ചെയ്തത്. ഇതിൽ ടിബിയ എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ നമ്മൾ ഒരു പ്ലേറ്റ് പോലെയുള്ള ഒരു ട്രേ പോലെയുള്ള ഒരു സാധനം യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ടൊരു പ്ലാസ്റ്റിക് പോലെ പോളിയെത്തിലീൻ എന്ന് പറഞ്ഞ ഒരു അൾട്രാ ഹൈ മോളിക്കുലർ വെയിറ്റ് സബ്സ്റ്റൻസ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പോലെയുള്ള ഒരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ള കോൺടാക്ട്സ് എന്ന് പറയുന്നത് ഈ മെറ്റീരിയലുകൾ തമ്മിലായിരിക്കും. അതായത് ബോൺ ടു ബോൺ കോൺടാക്റ്റ് പിന്നീട് നീ റീപ്ലേസ് ചെയ്ത മുട്ടിൽ സംഭവിക്കുന്നില്ല. അതിനാൽ പേഷ്യൻറ്റിന് പെയിൻ എക്സ്പീരിയൻസ് ചെയ്യത്തില്ല. ഇതാണ് നമ്മൾ യൂഷ്വലി ഒരു നീ റീപ്ലേസ്മെൻറ്റ് സർജറിയിൽ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ ഒരു ബേസിക് ഇതെന്ന് പറയുന്നത്. പിന്നീട് പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, അതായത് എത്ര വയസ്സ് വരെ ഈ സർജറി ചെയ്യാമെന്നുള്ളത്. ചിലർ ചോദിക്കാറുണ്ട്, ഇപ്പോൾ 70 വയസ്സായി, 75 വയസ്സായി, ഇനിയിപ്പോൾ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യാമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അങ്ങനെ ഒരു കട്ട് ഓഫ് ഇല്ല, ഏജ് ലിമിറ്റ് ഇല്ല, ഇത്ര വയസ്സ് വരെ ചെയ്യാവൂ എന്നില്ല. പേഷ്യൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് പേഷ്യൻ്റ് ഹെൽത്തി ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏത് ഏജ് ഗ്രൂപ്പിൽ വരെ ഇത് ചെയ്യാം. പിന്നീട് പലരും ചോദിക്കും 2 മുട്ടൂടെ ഒരുമിച്ച് ചെയ്യാനൊക്കെ വന്നു. അപ്പോൾ അതിനുള്ള മറുപടി എന്ന് പറഞ്ഞാൽ 2 മുട്ടും ഒരുമിച്ച് ചെയ്യാനൊക്കും. പ്രൊവൈഡഡ് പേഷ്യൻ്റ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ 2 മുട്ടോട് ഒരുമിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു മുട്ട് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പിന് ശേഷം അടുത്ത മുട്ട് ചെയ്യാം. പിന്നീടുള്ള ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ്. കാരണം ഇങ്ങനെ ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും എന്നുള്ളതാണ് പേഷ്യൻ്റെ ഡൗട്ട്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇതിന് ബെഡ് റെസ്റ്റ് ഇല്ലാത്ത ഒരു സർജറിയാണ്. അതായത് പേഷ്യൻ്റ് ഇന്ന് സർജറി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം മുതൽ തന്നെ പേഷ്യൻറ്റിനെ ഫുള്ള് വെയിറ്റ് കൊടുത്ത് നടത്തിക്കാം. ചിലപ്പോൾ ഒരു 2 to 3 ആഴ്ച വരെ
വാക്കറിൻ്റെ സഹായം വേണ്ടി വന്നേക്കാം. അതിനുശേഷം പേഷ്യൻ്റ് വാക്കർ ക്രമേണ ഉപേക്ഷിച്ച് വാക്കർ ഇല്ലാതെ തന്നെ സ്വന്തമായിട്ട് 2 കാലിലും ഫുൾ വെയിറ്റ് കൊടുത്ത് നടക്കാവുന്ന ഒരു സർജറിയാണ്. ഇതിനങ്ങനെ ബെഡ് റെസ്റ്റ് ഉള്ള ഒരു സർജറി അല്ല. പിന്നീട് ഫിസിയോതെറാപ്പിനെ പറ്റിയാണ്. അതായത് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്ന ദിവസം നമ്മൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സേവനം ലഭിക്കുന്നതാണ്. അതിനുശേഷം പേഷ്യൻ്റ് വീട്ടിൽ ചെന്ന് തനിയെ വേണമെങ്കിലും ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ചെയ്യാവുന്ന ഫിസിയോതെറാപ്പിസ്റ്റേ ഉള്ളൂ. ഇൻ കേസ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ സഹായം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഒരു ഹെൽപ്പ് വേണ്ടി വന്നേക്കാം. ഇതാണ് നീ റീപ്ലേസ്മെൻറ്റിനെ പറ്റി പറയാനുള്ളത്. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ സന്ദർശിക്കാം.